സ്വർണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി റെക്കോർഡ് വിലകൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൗമരാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ അസ്ഥിരത വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ മൂല്യത്തിൻ്റെ ഒരു ശേഖരം എന്ന നിലയിലും അനിശ്ചിതത്വത്തിനെതിരെ ഒരു സംരക്ഷണം എന്ന നിലയിലും സ്വർണം അതിൻ്റെ ചരിത്രപരമായ പദവി നിശബ്ദമായി തിരിച്ചുപിടിക്കുന്നതാണ് ഈ ദിവസങ്ങളിൽ കാണാനായത്. കഴിഞ്ഞ ഒരു വർഷമായി സ്വർണം ഓഹരികൾ, എണ്ണ, റിസ്ക് ആസ്തികൾ എന്നിവയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇത് ആഗോള ആസ്തി മുൻഗണനകളുടെ വിശാലമായ പുനഃക്രമീകരണത്തെ സൂചിപ്പിക്കുന്നു. സെൻട്രൽ ബാങ്കുകളും റീറ്റെയിൽ നിക്ഷേപകരും നയരൂപീകരണക്കാരും സ്വർണം വാങ്ങിക്കൂട്ടാനാണ് തിരക്ക് കൂട്ടുന്നത്. ഒരു പണപ്പെരുപ്പ സംരക്ഷണം എന്ന നിലയിൽ മാത്രമല്ല, മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സാമ്പത്തിക ഘടനയിലെ ഒരു തന്ത്രപരമായ ഉപാധി എന്ന നിലയിലും സ്വർണം തിളങ്ങുന്നു. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. 2025 മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ റിസർവ് ബാങ്ക് 57.49 ടൺ സ്വർണം അതിൻ്റെ കരുതൽ ശേഖരത്തിൽ ചേർത്തു. ഇതോടെ ഇന്ത്യയുടെ മൊത്തം കരുതൽ ശേഖരം 879.59 ടണ്ണായി. സ്വർണ്ണ ഹോൾഡിങ്ങുകളിലെ ഈ ഗണ്യമായ വർധനവ് അർത്ഥമാക്കുന്നത് മഞ്ഞലോഹം ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ 11.7% ഉൾക്കൊള്ളുന്നു എന്നാണ്. 6 മാസം മുമ്പ് ഇത് വെറും 50.3%. സമാന്തരമായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്നും ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് നിന്നും 88.6 ടൺ സ്വർണം RBI തിരിച്ചയച്ചു. സാമ്പത്തിക ഉപരോധങ്ങളും ഭൗമരാഷ്ട്ര സംഘർഷങ്ങളും സാധാരണമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആസ്തി പരമാധികാരത്തെക്കുറിച്ച് വർദ്ധിച്ചു വരുന്ന ആശങ്കകളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു നീക്കമാണിത്. ഡോളറിന്റെ മൂല്യമുള്ള ബോണ്ടുകൾ കറൻസിയിലെ ഏറ്റക്കുറച്ചിലുകൾക്കും ഉപരോധങ്ങൾക്കും കൂടുതൽ വിധേയമാകുന്നതിനാൽ സ്വർണം രാഷ്ട്രീയമായ നിഷ്പക്ഷവും ഭൗതികമായി സംരക്ഷിതവുമായ ഒരു ബദൽ അവതരിപ്പിക്കുന്നു. RBIയുടെ സ്വർണ്ണ ഹോൾഡിങ്ങുകളുടെ മൂല്യം വിലയിലെ പെട്ടെന്നുള്ള വർധനവ് കൂടുതൽ വർദ്ധിപ്പിച്ചു. ഇതോടെ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ 24 കാരറ്റ് സ്വർണത്തിന് 10 ഗ്രാമിന് 78,000 രൂപയുണ്ടായിരുന്നത് 1,02,000 രൂപയായി. അതായത് ഏകദേശം 25% വർധനമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. ഇന്ത്യയുടെ തന്ത്രം ഒരു വലിയ ആഗോള പ്രവണതയുടെ ഭാഗമാണ്. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്കനുസരിച്ച് 2024 ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ അവരുടെ കരുതൽ ശേഖരത്തിൽ 1050 ടണ്ണിലധികം സ്വർണം ചേർത്തു. തുടർച്ചയായ 3-ാം വർഷമാണ് ഇത് 1000 ടൺ കവിയുന്നത്. 2010-നും 2021-നും ഇടയിൽ 473 ടൺ എന്ന ശരാശരിയുടെ ഇരട്ടിയിൽ അധികമാണ്. 90 ടൺ സ്വർണം കൂടി ചേർത്തുകൊണ്ട് നാഷണൽ ബാങ്ക് ഓഫ് പോളണ്ടാണ് ഈ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയത്. സ്വർണം കരുതൽ ശേഖരത്തിൻ്റെ 20% എന്ന ലക്ഷ്യമാണ് നാഷണൽ ബാങ്ക് ഓഫ് പോളണ്ടിൻ്റെ ഈ നീക്കത്തിന് കാരണം. ഈ ഏകോപിത വാങ്ങൽ ആവേശം സ്വർണത്തിൻ്റെ വില കുതിച്ചുയരുന്ന ഒരു ആക്കം കൂട്ടുക മാത്രമല്ല, ഡോളർ ആധിപത്യമുള്ള ഒരു കരുതൽ ശേഖരത്തിൻ്റെ ദീർഘകാല സ്ഥിരതയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങളും ഉയർത്തിയിട്ടുണ്ട്. ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങൾ സ്വർണത്തിൻ്റെ വലിയ കരുതൽ ശേഖരം കൈവശം വെച്ചിരിക്കുന്നത് തുടരുന്നു. അതിനൊപ്പം ഇന്ത്യ ഒരു പ്രധാന സ്വർണ്ണ ശേഖരണ കേന്ദ്രം എന്ന നിലയിൽ അതിവേഗം ഉയരുകയും ചെയ്യുന്നു. ഈ മുന്നേറ്റത്തിൻ്റെ കാതൽ ഡീഡോളറൈസേഷനുള്ള വർദ്ധിച്ചു വരുന്ന ശ്രമമാണ്. ബ്രീസിക്സ് കൂട്ടായ്മയായ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവ ഗ്രീൻബാക്കിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രാദേശിക കറൻസികളിലെ ഉഭയകക്ഷി വ്യാപാരം, ബദൽ പേയ്മെൻറ്റ് സംവിധാനങ്ങളുടെ വികസനം, ഡോളറില്ലാത്ത ആസ്തികളുടെ വർദ്ധിച്ച കൈവശം എന്നിവയിലൂടെയാണ് ഈ ശ്രമങ്ങൾ രൂപപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രധാനം സ്വർണമാണ്. ഈ പ്രവണത കേവലം പ്രത്യയശാസ്ത്രപരമല്ല, മറിച്ച് സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഡോളറിനെ ആയുധമാക്കുന്നതിനോടുള്ള യുക്തിസഹമായ പ്രതികരണത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. റഷ്യ പോലുള്ള രാജ്യങ്ങൾ ആസ്തി മരവിപ്പിക്കലുകൾ നേരിട്ടിട്ടുണ്ട്. മറ്റ് ചില രാജ്യങ്ങൾ സമാനമായ സമീപനത്തിൽ ആശങ്കപ്പെടുന്നു. നേരെ മറിച്ച് സ്വർണം പ്രായോഗികവും കൊണ്ടുപോകുന്നതും സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടതുമാണ്. ഈ മാറ്റത്തിന് ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങളുണ്ട്. ഡോളർ ആഗോള ധനകാര്യത്തിൻ്റെ കേന്ദ്രമായി തുടരുമ്പോൾ അതിൻ്റെ കുത്തക ഉപരോധത്തിലാണ്. Subscribe to One India and never miss an update.